ഹോം ഓട്ടോമേഷൻ അഥവാ ഡോമോട്ടിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അത്യന്തരവൽക്കരണം നിർമ്മിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ തന്നെത്താൻ പ്രവർത്തിക്കുക. ഹോം ഓട്ടോമേഷൻ സിസ്റ്റംസ് വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെ ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. വെൽക്കം ടു ഐവറി ഹോംസ് ആൻഡ് ഡെവലപ്പേഴ്സ്. ഓരോ കമ്പനിയുടെ മൊബൈൽ ഫോണിന് അതിൻ്റെതായ ചാർജർ എന്നുള്ളത് പോലെ തന്നെയാണ് ഹോം ഓട്ടോമേഷൻ ഡിവൈസസിന്റെ അവസ്ഥ. ഗൂഗിൾ ഡോർ ക്യാമറയും ആമസോൺ ഡിജിറ്റൽ ലോക്കുമാണെങ്കിൽ പണിപ്പാളി എന്ന് തന്നെ പറയാം. ഗേറ്റ്വേ, ഹബ് എന്നിവ സംവിധാനങ്ങൾ പിടിപ്പിച്ചാൽ മാത്രമേ ഇവയൊക്കെ ഉപയോഗിക്കാനാകൂ. എന്നാൽ ഇതിനൊക്കെ ചെലവ് കൂടുതലാണെങ്കിൽ പണം ഏറെ ഉള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കൂ. എന്നാൽ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് മാറ്റർ കണക്കാക്കുന്നത്. ഏത് പ്ലാറ്റ്ഫോമിലുള്ള ഹോം ഓട്ടോമേഷൻ ഡിവൈസസ് ഇതിന്റെ സഹായത്താൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇഷ്ടമുള്ള എക്കോസിസ്റ്റമായും ഇതിനെ ബന്ധിപ്പിക്കാം. ഈ പരിഹാരം വളരെ ചെലവ് കുറഞ്ഞാണ്. ഇതുകൊണ്ട് സാധാരണക്കാരന്റെ ജീവിതം കയ്യെത്തും ദൂരത്താകും. ചിലപ്പോൾ വൈഫൈ വെച്ച് ഒരു ബൾബിനെ കൺട്രോൾ ചെയ്യും, ചിലപ്പോൾ ഹബ് സംവിധാനം ഘടിപ്പിച്ച് ഒരു കൂട്ടം ബൾബുകളിനെ കൺട്രോൾ ചെയ്യും. മാറ്റർ സൗകര്യങ്ങളിലൂടെ ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ എന്നിവ സ്മാർട്ട് ലൈറ്റിംഗിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത്, വൈഫൈ, ത്രെഡ് എന്നിവ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ സംവിധാനങ്ങളിലൂടെ ഒരേ പ്ലാറ്റ്ഫോമിലുള്ള ഹോം ഓട്ടോമേഷൻ ഡിവൈസസ് പ്രവർത്തിക്കാം. മാറ്ററിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ പ്രകാശ സംവിധാനങ്ങളിൽ മേലുള്ള നിയന്ത്രണം എളുപ്പവും കാര്യക്ഷമതയാവും എന്നാണ് പ്രത്യേകത. ചുവരിനടുത്തുള്ള സ്വിച്ച് വിരലമർത്താതെ വോയിസ് കമാൻഡ്, വയർലെസ് കീപാഡ്, മൊബൈൽ ആപ്പ്, മോഷൻ സെൻസർ എന്നിവ വഴി ലൈറ്റ് പ്രവർത്തിക്കാം. ഓൺ ഓഫ് മാത്രമല്ല, ഡിം, ടൈമർ, മൂഡ് ലൈറ്റിംഗ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ സ്മാർട്ട് ലൈറ്റിംഗിലൂടെ സാധ്യമാകും. ആൻഡ്രോയിഡ് ഫോണിൽ പണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ളത് പോലെ തന്നെ വോയിസ് അസിസ്റ്റന്റായി മാറുന്ന കാലമാണ് ഇന്ന്. പേഴ്സണൽ കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ എന്നുപോലെ തന്നെ എല്ലാവർക്കും ഇന്ന് വോയിസ് അസിസ്റ്റന്റ് ഉണ്ട്. വീട്ടുപകരണങ്ങളെ പ്രവർത്തിപ്പിക്കാൻ മാത്രമല്ല, സാധനങ്ങൾ വാങ്ങാനും വിനോദ പരിപാടികൾ തിരഞ്ഞെടുക്കാനും എന്തിന് ദിനചര്യകൾ ചിട്ടപ്പെടുത്താൻ വരെ വിയെ ആശ്രയിക്കുന്ന കാലമാണെന്ന്. തീർത്തും ആയാസരഹിതമായും എളുപ്പത്തിലും കാര്യങ്ങൾ ചെയ്യാം എന്നതിലാണ് വോയിസ് അസിസ്റ്റന്റ് ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിന്റെ ജീവനാടിയാകുന്നത്. മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിൽ തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനാകും. സോഫയിൽ ഇരുന്ന് TV കാണുന്ന സമയത്ത് ഫോൺ ഓൺ ചെയ്യണം എന്ന് തോന്നിയാൽ അലക്സ സ്വിച്ച് ഓൺ ദ ഫോൺ എന്ന് പറഞ്ഞാൽ മതി. അനലോഗ് മാറി HD ഡിജിറ്റൽ സംവിധാനങ്ങൾ വന്നതും ദൃശ്യങ്ങളുടെ മിഴിവിലും നെറ്റ്വർക്ക് കണക്ടിവിറ്റിയിലും കുതിച്ചുചാട്ടം ഉണ്ടായത് മാത്രമല്ല മാറ്റങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ക്യാമറയ്ക്കുള്ളിൽ കുടിയേറിക്കുന്നു. വീട്ടിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ മികവ് 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ പ്രാപ്തമാണ് ഇത്തരം ഇന്റലിജന്റ് ക്യാമറകൾ. നിരീക്ഷണ ക്യാമറയ്ക്കൊപ്പം പലതരം സെൻസറുകൾ പിടിപ്പിച്ചാണ് നിലവിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത്. പാസീവ് ഇൻഫ്രാറെഡ് സെൻസറാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുക. ചലനം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം. മുന്നിൽ വരുന്നത് മനുഷ്യനായാലും പൂച്ചയായാലും സെൻസർ ഒരേ മുന്നറിയിപ്പ് തന്നെ നൽകും. പണ്ടത്തേതിലും ബുദ്ധി കൂടുതലായതിനാൽ ആരാണ് മുന്നിൽപ്പെട്ടത് ക്യാമറയിൽ തിരിച്ചറിയാനുമാകും. സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടാൽ സെക്കൻഡിന്റെ 1/3 സമയത്തിനുള്ളിൽ ഇവ മുന്നറിയിപ്പ് നൽകും. അലാം, മൊബൈലിലേക്കുള്ള അപകട സന്ദേശം തുടങ്ങിയ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടാകും. 9 സെക്കൻഡിനുള്ളിൽ സംശയാസ്പദമായ സാഹചര്യത്തിന്റെ ചിത്രങ്ങൾ മൊബൈലിലേക്കും ലാപ്ടോപ്പിലേക്കും എത്തും. ഹൈവേ വാഹനങ്ങളുടെ വേഗ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന പോലെയുള്ള അൾട്രാഫാസ്റ്റ് ക്യാമറകളാണ് സെൻസറിലുള്ളത്. പട്ടപട്ടാണ് ചിത്രങ്ങൾ എടുത്തു എന്ന് മാത്രമല്ല, കുറഞ്ഞ വെളിച്ചത്തിലുള്ള ദൃശ്യങ്ങൾക്ക് പോലും വ്യക്തത ഉണ്ടാകുകയും ചെയ്യും. പഴയ സെൻസറുകൾ എടുത്തുപോലെ ചലനം, ചൂട്, വൈബ്രേഷൻ, ശബ്ദം എന്നിവയെല്ലാം വിലയിരുത്തി പ്രതികരിക്കാനുള്ള കഴിവിനൊപ്പം ഫോട്ടോ വെരിഫിക്കേഷൻ, ഫേസ് റെക്കഗ്നിഷൻ തുടങ്ങിയ സംവിധാനങ്ങളും പുതിയ സെൻസറിലുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഹോം ഓട്ടോമേഷൻ സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിപ്പിക്കാനും നിയന്ത്രിക്കാനും ഇവന് കഴിയും. സർവീസ് പ്രൊവൈഡർ നൽകുന്ന മോഡം സൗകര്യപ്രദമായ ഒരു മുറിയിൽ മിക്കപ്പോഴും ലിവിംഗ് സ്പേസിൽ TVക്ക് അടുത്ത് തന്നെ വയ്ക്കുന്നതാണ് പൊതുരീതി. മോഡത്തിന് സമീപമുള്ള മുറികൾക്ക് ഇന്റർനെറ്റിന് സ്പീഡ് ഉണ്ടാകും. അകലുള്ള മുറികളിൽ സ്പീഡ് ഉണ്ടാവുകയും വേഗത്തിലുള്ള ഇന്റർനെറ്റ് ആവശ്യമുള്ളപ്പോൾ മോഡത്തിന് സമീപം വരേണ്ടി വരും എന്നതാണ് ഇതിന്റെ പോരായ്മ. അല്ലെങ്കിൽ പ്ലഗ് പോയിന്റ് ഇല്ലാത്തിടത്ത് എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിക്കുന്നത് പോലെ മുറികളിൽ വൈഫൈ റിപ്പീറ്റർ ഘടിപ്പിക്കണം. പുതിയ വീട് പണിയുമ്പോൾ വൈഫൈ പ്ലാനിംഗ് ചെയ്യുകയാണ് ഈ പോരായ്മ മറികടക്കാനുള്ള വഴി. വീട്ടിലെ വയറിംഗ് എങ്ങനെയാണോ അതേ ആസൂത്രണത്തോടെ ഡേറ്റ നെറ്റ്വർക്ക് കേബിളുകളും ക്രമീകരിക്കുന്ന സംവിധാനമാണ്. ഈ സംവിധാനത്തിൽ ആവശ്യമായ മുറികളിലുള്ള
വൈഫൈ ആക്സസ് പോയിന്റുകൾ ഉണ്ടാകും. വൈഫൈ ആക്സസ് പോയിന്റുകൾ സർവീസ് പ്രൊവൈഡർ നൽകുന്ന അതേ സ്പീഡിൽ ഇന്റർനെറ്റ് കവറേജ് നൽകും. ഹീറ്റ് മാപ്പിംഗ് സംവിധാനത്തിലൂടെ ഇന്റർനെറ്റ് കവറേജ് പരിശോധിച്ചാണ് എവിടെയെല്ലാം ആക്സസ് പോയിന്റ് വേണം എന്ന് തീരുമാനിക്കുന്നത്. ഇതുവഴി വീട്ടിൽ എല്ലായിടത്തും ഒരേ സ്പീഡിൽ ഇന്റർനെറ്റ് ലഭിക്കും.